രണ്ട്, യാത്ര പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ആരോടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഇടപാടുകളൊക്കെ തീർക്കുക. ആരോടെങ്കിലും വാക്കുകൊണ്ടോ മറ്റോ ഒക്കെ അന്യായമായിട്ട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരടുത്ത് പോയിട്ട് അവരോട് പറയാം, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എൻ്റെ വിവരക്കേട് കൊണ്ടോ കുഴപ്പം കൊണ്ടോ അയക്കാരം, നിങ്ങൾ എനിക്ക് അത് മാപ്പ് തരണം കേട്ടോ, നിങ്ങൾ എനിക്കും വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു മടി വിചാരിക്കണ്ട. ഞാൻ ഓൻ്റെ മുമ്പ് പോയിട്ട് തല കുനിക്കുന്ന ഒരു അവസ്ഥ എന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ആരോടെങ്കിലും ചെയ്തതുണ്ടെങ്കിൽ അത് അവരോട് തന്നെ തീർക്കണം. അല്ലാതെ ഓരോ മുമ്പിലാ ഞാൻ ഓനോട് മാപ്പ് വയ്ക്കേ, എന്റെ പട്ടി വരും എന്നൊക്കെ അങ്ങനെ ഞൊട്ടിച്ചാ പറയാം അല്ലേ. എന്നിട്ടോ അവസാനം മരിച്ചു വെള്ളത്തുണി പൊതിഞ്ഞ് പള്ളിന്റെ മുമ്പിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കടത്തുമ്പോൾ തലക്കുമ്പുറത്തുനിന്ന് ഒരു കുമ്പസാരം പള്ളിക്കല ഉസ്താദ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കുള്ള ജീവിതത്തിൽ വാക്കാലോ പ്രവൃത്തിയാലോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ ഓർത്ത് നിങ്ങൾ പുറത്തു കൊടുക്കണം. ആര് പുറത്തു കൊടുക്കണം? നമ്മൾ ചെയ്തൊരു തെറ്റ് പടച്ചോ നമുക്ക് പുറത്തിറങ്ങെങ്കിലേ മരണം തൊണ്ടക്കുഴിയിലെത്തും മുമ്പ് അള്ളഹാനോട് തൗബ ചെയ്തോളന്നാ. അത് എവിടുന്നാ എത്തുകയെന്ന് അറിയില്ല, എപ്പോഴാ എത്തുകയെന്ന് അറിയില്ല. അതുകൊണ്ട് വല്ലതൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവനവൻ നീർക്ക് നേരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പ്രവാചകന്റെ മുമ്പിൽ പള്ളിയുടെ മതിലും കടന്ന് ജനശാസ്ത്രങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുക. എന്താ റസൂൽ പറയാൻ പോണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞത്, ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒന്ന് ഞാൻ തരാനുണ്ടെങ്കിൽ ചോദിക്കണം, ആരും മടിക്കരുത്. ഞാൻ വല്ല സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. ആരും ഒന്നും മിണ്ടില്ല, നിശബ്ദം, സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. പ്രവാചകൻ വാക്കുകൾ രണ്ടാമതും ആവർത്തിച്ചു. ആർക്കെങ്കിലും ഉണ്ടോ? മൂന്നാമതും ആവർത്തിച്ചു. ഒരാൾ എണീറ്റു, റസൂലേ എനിക്ക് ഏതാനും നാണയങ്ങൾ ഇന്ത്യക്കെന്ന് ഇന്ന സമയത്ത് വാങ്ങിയതുണ്ട്. പ്രവാചകൻ നേരെ മിമ്പർമെന്ന് ഇറങ്ങി വീട്ടിൽ പോയിട്ട് അത് കൊണ്ടുവന്ന് അപ്പൊ എല്ലാവരും അയാളെ മുഖത്തേക്ക്, നീ എന്തിനാ ചോദിച്ച്, നീ എന്തിനാ പറഞ്ഞ്, എനിക്കത് വിട്ട് കളഞ്ഞുകൂടായിരുന്നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ പ്രിയപ്പെട്ട ഹബീബ് ഒരു കടക്കാരനായിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ എത്താൻ വേണ്ടി ഞാൻ പറഞ്ഞേ. അയാൾ ഇരുന്നു. റസൂൽ വീണ്ടും മിമ്പർമ കയറിയാണ്. തന്റെ കുപ്പായ ഇങ്ങനെ ഊരിയിട്ട് അത് ആ മിമ്പറിന്റെ കയ്യുമ്പ അങ്ങനെ കുറത്തി വെച്ചിട്ട് കുപ്പായ ഇടാതെ ഇങ്ങനെ നിന്നിട്ട് റസൂൽ പറയണേ, ഈ നിൽക്കുന്നത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. ആരും വേറൊന്നും വിചാരിക്കണ്ട, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. ഈ ഇരിക്കുന്ന ആരെയെങ്കിലും ഏതെങ്കിലും നിലക്ക് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രവർത്തനം കൊണ്ട് ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിന് പ്രതികാരം ചെയ്യണം. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങളത് വെക്കരുത്. ആ സദസ്സ് കരഞ്ഞുപോയി അല്ലേ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ തമാശക്ക് പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഹബീബായ റസൂലുള്ള ഈ ലോകത്തുനിന്ന് യാത്ര പോകുമ്പോ എത്ര ഒരുങ്ങിയിട്ടാ പോണേ അല്ലേ. നമ്മൾ പോവാണ്, അതുകൊണ്ട് ഒരുങ്ങി പോവാ. ചോദിക്കേണ്ടവരോട് ചോദിക്കുക, പറയേണ്ടവരോട് പറയാ, കൊടുക്കാനുള്ളത് കൊടുക്കുക, എക്കടപാടുകൾ വല്ലതുണ്ടെങ്കിൽ തീർക്കുക. അല്ല